നിങ്ങളുടെ ഐഫോണിൽ കണ്ടിന്യൂസ് ആയി പ്രോബ്ലംസ് വരുന്നുണ്ടോ? എന്നാൽ ഇത് ശരിയാക്കാൻ ഏതെങ്കിലും ഒരു കടയിൽ കൊണ്ടുപോയി കൊടുക്കരുത്. ഉറപ്പായും പണി കിട്ടും. നിങ്ങളുടെ ഫോണിലെ പ്രശ്നം എന്തുമായിക്കോട്ടെ, ഡിസ്പ്ലേ ചേഞ്ച്, ബാറ്ററി ചേഞ്ച്, ബോർഡ് സർവീസ്, ബോർഡ് സ്വാപ്പിംഗ്, അൺനോൺ പാർട്ട് മെസ്സേജ്, അങ്ങനെ 99% ഐഫോൺ പ്രോബ്ലംസും ഇവിടെ സോൾവ് ചെയ്ത് തരുന്നുണ്ട്. മാത്രമല്ല 30 ദിവസത്തെ സർവീസ് വാറണ്ടിയും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഓൾവേസ് ചൂസ് റോയൽ കൊച്ചിൻ മൊബൈൽസ്. കുമ്പളങ്ങി സെന്റ് പീറ്റേഴ്സ് LP സ്കൂളിൽ പരിസ്ഥിതി ക്ലബ് ഉദ്ഘാടനം ചെയ്തു. കുമ്പളങ്ങി സെന്റ് പീറ്റേഴ്സ് LP സ്കൂളിൽ പരിസ്ഥിതി ക്ലബിന്റെയും ഓണത്തിന് ഒരു മുറം പച്ചക്കറി പദ്ധതിയുടെയും കുമ്പളങ്ങി കൃഷിഭവനിൽ നിന്നും തന്ന പച്ചക്കറി തൈകൾ കേരനെൽ കൃഷി ചെയ്തുമാണ് പരിസ്ഥിതി പ്രവർത്തകനും മുൻ അധ്യാപകനുമായ PM സുബീർ അരിക്കുറ്റി ഉദ്ഘാടനം നിർവഹിച്ചത്. ഒരു സന്തോഷകരമായ കൃഷി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കരനെൽ കൃഷിയാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വരെ ഒറ്റ സ്കൂളിലും കരനെൽ കൃഷി ചെയ്തിട്ടില്ല. എന്നാൽ ഗവൺമെൻറ് UP സ്കൂൾ അവർ തൊട്ടടുത്തുള്ള പാടശേഖരത്തിൽ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും കരനെൽ കൃഷി ചെയ്യാൻ വേണ്ടി മുന്നോട്ടിറങ്ങിയ ഈ സെന്റ് പീറ്റേഴ്സ് LP സ്കൂളിലെ വിദ്യാർത്ഥികൾ ചെറിയ ക്ലാസ് മുതൽ കൃഷി പഠിക്കണമെന്നും എല്ലാ ജീവജാലങ്ങളെയും പ്രകൃതിയെയും അറിയണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. കൃഷിയുടെ വിവിധ ഘട്ടങ്ങളെ കുട്ടികൾക്കായി വിശദീകരിക്കുകയും തൈ നടുന്നതിന്റെ ശാസ്ത്രീയ വശങ്ങൾ കുട്ടികളെ പരിശീലിപ്പിക്കുകയും ചെയ്തു. നമ്മുടെ സെന്റ് പീറ്റേഴ്സ് LP സ്കൂളിന്റെ പരിസ്ഥിതി ക്ലബിന്റെ ഉദ്ഘാടനമാണ് നാം ഇന്ന് നിർവഹിക്കാൻ പോകുന്നത്. ഈ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനായി ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് പരിസ്ഥിതി പ്രവർത്തകനും മുൻ അധ്യാപകനുമായ ശ്രീ സുബൈർ സാറാണ് ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അദ്ദേഹത്തെ എല്ലാവരുടെയും പേരിൽ ഏറ്റവും ഹാർദവമാണ്. സ്കൂൾ പ്രധാനാധ്യാപിക CB ഗോഡ്ഫ്രെ PJ അധ്യക്ഷയായിരുന്നു. പരിസ്ഥിതി കോർഡിനേറ്റർ ജിഷ ഫിലോമിന, ഫെബിൻ സേവ്യർ, ഡെലീല ബിയാട്രീസ്, ഫിലോമിന ജോജി, റെക്സി റോസ്, ദർശന ജോസഫ് എന്നിവർ നേതൃത്വം നൽകി. കുട്ടി കർഷകരായ മരിയ സറിൻ, PJ, സിയോൻ അഗസ്റ്റിൻ എന്നിവർ പങ്കെടുത്തു. കഴിഞ്ഞ വർഷങ്ങളിൽ അടുക്കളത്തോട്ടത്തിൽ നിന്ന് കിട്ടിയ വിഷരഹിത പച്ചക്കറികൾ ഉച്ചഭക്ഷണത്തിന് വേണ്ടിയെടുത്തു. കുട്ടികൾക്ക് കൃഷിയോടുള്ള താല്പര്യം കൂടാൻ ഇത്തരം പ്രവർത്തനങ്ങൾ സഹായിക്കുന്നുണ്ട്. ഈ അധ്യയന വർഷം വിപുലീകരിച്ച് പൂക്കളുടെ ഒരു വലിയ തോട്ടം കൂടി ഒരുക്കുന്നതിന് വേണ്ടി പൂർണ്ണ പിന്തുണയും സഹായവും കുമ്പളങ്ങി കൃഷിഭവനിൽ നിന്ന് തരുന്നുണ്ടെന്ന് അധ്യാപകൻ ഫെബിൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കുമ്പളങ്ങി.